ഹെൽമറ്റില്ലാതെ വാഹനം ഓടിച്ചതിന് മോട്ടോർ വാഹന വകുപ്പ് ആളുമാറി പിഴ നോട്ടീസ് നൽകിയതായി പരാതി. തിരുവനന്തപുരം ചന്തവിളയിലെ CSI ഇടവക വികാരിയായ ഫാദർ എഡിസൺ ഫിലിപ്പിനാണ് പിഴ നോട്ടീസ് ലഭിച്ചത്. മലയൻകീഴിലെ ക്യാമറയിൽ ഹെൽമറ്റില്ലാതെ ഒരു യുവാവ് പോകുന്ന ദൃശ്യമാണ് നോട്ടീസിലുള്ളത്. ചിത്രത്തിൽ കാണുന്ന ബൈക്കിന്റെ നമ്പർ തന്റേതല്ല എന്നും മലയൻകീഴിൽ പോയിട്ടില്ല എന്നും ഫാദർ എഡിസൺ ഫിലിപ്പ് പറഞ്ഞു. എനിക്കിങ്ങനെ എൻ്റെ പേരിലൊരു പെറ്റീഷൻ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു പെറ്റി വന്നു. ആ പെറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് ആ വണ്ടി നോക്കിയിട്ട് എൻ്റെ വണ്ടിയല്ല, പക്ഷേ നമ്പരും അതല്ല, 2852 എന്നുള്ളതിന് 2858 എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പെറ്റി വന്നിരിക്കുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ നമ്പർ 2852 എൻ്റെ വണ്ടി ഇത് 2858 KL 01 BC 2858. ഇങ്ങനെ ഇത് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ, ഇത് ആ നമ്പർ എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നെങ്കിൽ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ആളുമാറി നോട്ടീസ് ലഭിച്ചു എന്നാണോ പരാതി? അതെ അനീഷ, ആളുമാറി ഈ ചന്തവിള CSI വികാരിയായിട്ടുള്ള ഫാദർ എഡിസൺ ഫിലിപ്പിന് ഇത്തരത്തിൽ ഒരു നോട്ടീസ് ലഭിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ, ആ നോട്ടീസിലുള്ള ദൃശ്യങ്ങളിൽ ഒരു യുവാവ് ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതിലുള്ള നമ്പറും ഈ വികാരിയുടെ ബൈക്കിന്റെ നമ്പറും വ്യത്യസ്തമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ആളുമാറി ഈ വികാരിക്ക് ഈ ഒരു പിഴ നോട്ടീസ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. ഈ ഒരു നോട്ടീസ് ലഭിച്ചത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും തന്റെ ബൈക്കിന്റെ നമ്പറും ഈ നോട്ടീസിലുള്ള നമ്പറും വ്യത്യസ്തമാണെന്നും ഈ പിഴ തിരിച്ചെടുത്തില്ലെങ്കിൽ താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ വികാരി ഇപ്പോൾ പറയുന്നത്. തികച്ചും തെറ്റായ ഒരു നോട്ടീസാണ് ഈ വികാരിക്ക് ലഭിച്ചത്. അതിലെ ഈ നമ്പറുകൾ, ഈ വണ്ടിയുടെ നമ്പറുകൾ തന്നെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഈ വികാരി മലയൻകീഴ് ഭാഗത്തേക്ക് അന്ന് ആ ദിവസം യാത്ര ചെയ്തിട്ടില്ല. കൂടാതെ തന്നെ താൻ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാറില്ലെന്നും ഈ വികാരി വ്യക്തമാക്കുന്നുണ്ട്. ആ ദിവസം ആ ഭാഗത്തൂടെ യാത്ര ചെയ്യാത്ത പക്ഷമാണ് ഇത്തരത്തിലൊരു നോട്ടീസ് വികാരിക്ക് ലഭിക്കുന്നത്. അനീഷ.